ഹലോ ഗൈസ്, വെൽക്കം ടു DB സ്ക്വയർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പത്തിശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രം മകീര മഹോത്സവത്തിനെ കുറിച്ചാണ്. ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എപ്പോഴും ഈ ഉത്സവത്തിൻ്റെ വീഡിയോ മാത്രം ഇടുന്നത് എന്താണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളുടെ അടുപ്പിച്ചടുപ്പിച്ച് ഞങ്ങളുടെ അടുത്ത് കുറേ ഉത്സവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ ആദ്യത്തെ വ്ലോഗ് ഇതേപോലെ വരുന്നത്. ഞങ്ങൾ വെക്കേഷൻ ടൈമിൽ കുറേ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന വ്ലോഗ്സ് ഇടാൻ ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മുമ്മയെ കാണുന്നത്. ഇതാണ് എൻ്റെ അമ്മുമ്മ. ഇവിടെ ഇപ്പോൾ ആൾക്കാരെല്ലാം കെട്ടുകാഴ്ചകൾ വരാൻ വേണ്ടി കാത്ത് ഇരിക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിനകത്ത് തൊഴാൻ കയറിയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് ഗൈസ്. ഞാൻ തൊഴുന്നത് വീഡിയോ എടുക്കുന്നില്ല ഗൈസ്. ഗൈസ്, ഇപ്പം ഇറങ്ങാൻ ഭാവിച്ചപ്പോഴാണ് ഞങ്ങൾ ജീവിതം തുള്ളുന്നത് കണ്ടത്. അത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. രണ്ടമ്മമാരുടെയും ജീവിതം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഗൈസ്. ഈ അമ്പലത്തിൽ 2 ഭഗവതിമാരാണ് ഇരിക്കുന്നത്. അതാണ് ഈ അമ്പലത്തിനെ വെറൈറ്റി ആക്കുന്നത് ഗൈസ്. ഇതാണ് ഗൈസ് ജീവിതം നല്ല രീതിയിൽ അനുഗ്രഹിക്കുന്നുണ്ട്. 2 അമ്മമാരുടെയും മുന്നിൽ പോയി നിന്നാണ് ഇപ്പോൾ കളിക്കുന്നത് ഗൈസ്. ഇത് കാണാൻ ആൾക്കാർ കുറവാണ് ഗൈസ്. ജീവിത അവിടെ ഇരുത്തിയിട്ടുണ്ട് ഗായ്സ്. കുറെ നേരം ഇതേപോലെ കളിപ്പിക്കുന്നുണ്ട് ഗായ്സ്. അപ്പം ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ ഭാവിക്കുകയാണ് ഗായ്സ്. ഇവിടെ ഇപ്പം നല്ല രീതിയിൽ ജനം വന്നിട്ടുണ്ട് ഗായ്സ്. ഇവിടുത്തെ ഓഡിറ്റോറിയം കാണിക്കാം. ഇന്നത്തെ പ്രോഗ്രാം എല്ലാം അവിടെയാണ് നടക്കുന്നത്. ഇതിപ്പോൾ അവിടുത്തെ കാണാൻ വന്നിട്ടില്ല ഗൈസ്. ഓരോ ആൾക്കാർ അവരവരുടെ റിലേറ്റീവ്സിനെയും സുഹൃത്തുക്കളെയും കണ്ട് സംസാരിക്കുകയാണ് ഗൈസ്. എല്ലാവരും നല്ല ഹാപ്പിനെസ്സിൽ നിൽക്കുകയാണ് ഗൈസ്. ഗൈസ്, ഇവിടെ നേരത്തെ കുറച്ച് കാളകളൊക്കെ വന്നിരുന്നു ഗൈസ്. അതിനായി എടുത്തില്ല ഗൈസ്. ഇതിപ്പോൾ ഓരോരോ കാര്യയുടെ നേർച്ചക്കാളയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓരോരോ കാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കളിപ്പിക്കുകയാണ് ഗൈസ്.
ഞാൻ നോക്കുന്ന എൻ്റെ കസിൻ ബ്രദറിനെയാണ് ഗായ്സ്. എനിക്ക് ഇരിക്കാനൊരു സീറ്റ് കിട്ടിയിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ് ഗായ്സ്. ഇപ്പം ആ കാളയും കളിപ്പിച്ച് അതിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് ഗായ്സ്. അടുത്ത കാള ആ മരത്തിൻ്റെ അവിടെ നിൽപ്പുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു. ഗൈസ്, ആ കാളയും കളിപ്പിക്കാൻ കൊണ്ടുവരുവാണ്. ക്ഷേത്ര ദർശനത്തിനായി കാളെ മുന്നോട്ടും പുറകോട്ടും കൊണ്ടുവരികയാണ് ഗായ്സ്. അത് കഴിഞ്ഞ് കാളെ അതാത് സ്ഥാനത്ത് വെക്കും. ഇവിടെ ആൾക്കാരെല്ലാം അത് കാണാൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഗായ്സ്. നിങ്ങൾ ആദ്യമേ കണ്ട ജനം എത്രയായിരുന്നു, ഇപ്പോൾ നോക്ക് ഗായ്സ്, ഇവിടെ നല്ല രീതിയിൽ ആൾക്കാർ കൂടിയിട്ടുണ്ട്. ഇതാ ജീവിത കാളകളുടെ മുമ്പിൽ വന്ന് കളിക്കുകയാണ്. ഇത് ആ കാളയുടെ കൂടെ വന്ന പടക്കം പൊട്ടുകയാണ് നിങ്ങളെ കാണിക്കുന്നത് ഗായ്സ്. ഇത് അടുപ്പിച്ച് ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞ് ഉടനെ അടുത്തതും പൊട്ടും. ഗൈസ്, പടക്കം തീർന്നിരിക്കുന്നു. എൻ്റെ വേറൊരു കാള വരുന്നുണ്ട്. ഇത് നേർച്ചക്കാളയല്ല, ചെറുതാന്ന് പറഞ്ഞുകൊണ്ട് ഇത് നേർച്ചക്കാളയല്ല ഗൈസ്. ഗൈസ്, ജീവിതം വീണ്ടും അമ്പലത്തിനകത്ത് തുള്ളുന്നതാണ് ഗൈസ് കാണുന്നത് ഇപ്പം നിങ്ങൾ. ജീവിതം പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഗായ്സ്. ഓരോരോ കാളകളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുകയാണ് ഗായ്സ്. ഇപ്പം അവിടെ എല്ലാ കാളയും വന്നിട്ടുണ്ട്.
ഇപ്പം എല്ലാ കാളകളുടെയും ഫ്രണ്ടിൽ കൊണ്ടുവന്ന് കളിപ്പിച്ച് കഴിയാറായിട്ടുണ്ട്. ഗായ്സ് ആ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലും പോയി കളിപ്പിക്കുന്നുണ്ട്. പ്ലോട്ടിൻ്റെ വീഡിയോ ഇവിടെ അടുത്ത് വരും. ആൾക്കാരെല്ലാം വീഡിയോ കോളൊക്കെ ചെയ്ത് വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരെ ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് ഗായ്സ്. ഇതാ ജീവിത കളിപ്പിക്കുകയാണ് ഗായ്സ്. ഇങ്ങനെ കളിപ്പിക്കാൻ എന്തൊരു പാടായിരിക്കും. അവരുടെ തോള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. എന്തു അവരുടെ തോളിൽ അങ്ങനെ വരുന്നത്? ജീവിതയെ വീണ്ടും അമ്പലത്തിനകത്ത് കൊണ്ടുപോയിരിക്കുന്നു. ജീവിത വെറൈറ്റി രീതിയിലാണ് കളിപ്പിക്കുന്നത് ഗായ്സ്. ജീവിത രണ്ട് സൈഡിലേക്കായിട്ടുണ്ട്. ഒരു ജീവിത ഒരു റൈറ്റ് സൈഡിലും ഒരു ജീവിത ലെഫ്റ്റ് സൈഡിലും ആയിട്ടുണ്ട് ഗായ്സ്. രണ്ടമ്പലത്തിൻ്റെയും ദേവിമാരുടെയും വാതിലിൽ ചെന്നിട്ട് അത് കളിക്കുകയാണ് ഗായ്സ്. ഓരോരോ നടകളുടെ ഫ്രണ്ടിൽ ചെന്ന് കളിക്കുകയാണ് ഗായ്സ്. അങ്ങനെ കുറേ നേരം കളിക്കുന്നുണ്ട് ഗായ്സ്. ഇത് ഞാൻ ട്രിം ചെയ്യാത്തതിന് കാരണം ഇത് കളിപ്പിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഗായ്സ്.
വീണ്ടും മുമ്പത്തെ പോലെ ആയിരിക്കുന്നു ഗൈസ്. ഞാൻ മുമ്പേ കളിക്കാന്ന് പറഞ്ഞ ഫ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നിപ്പോൾ ഈ ജീവിതത്തുള്ളതാണ് ഗൈസ്. ഫ്ലോട്ട് വരുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഗൈസ്. ഇത് ഓരോരോ കാള വരുമ്പോൾ ഞാൻ മുമ്പേ എടുക്കാൻ പറ്റാത്ത വീഡിയോ എൻ്റെ പപ്പ എനിക്ക് ഇട്ട് തന്നെയാണ് ഗൈസ്. കാളയും നല്ല രീതിയിൽ കളിപ്പിക്കുന്നുണ്ട് ഗായ്സ്. ഇതൊരു കരയുടെ കാളയാണ്. ഈ കാളയുടെ ഇതൊരു നേർച്ചക്കളയാണ് ഗായ്സ്. ഇത് കുട്ടിയൊരു നേർച്ചക്കള ഗായ്സ്. അതിൻ്റെ ഫ്രണ്ടിൽ ജീവിതം ഒന്ന് തുള്ളുന്നുണ്ട് ഗായ്സ്. ഓരോ കാള വരുമ്പോഴും അതിൻ്റെ ഫ്രണ്ടിൽ ജീവിതം വന്ന് തുള്ളുന്നുണ്ട് ഗായ്സ്. രണ്ട് കാള അടുപ്പിച്ച് വരുന്നുണ്ട് ഗായ്സ്. ആ വരുന്ന കാളയുടെ നെറ്റിപ്പട്ടം പൊട്ടിയിട്ടുണ്ട് ഗായ്സ്. അതിൻ്റെ പുറകിരിക്കുന്ന ആളത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അമ്പലപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ ഈ ബലൂണ് കരിമുളക്കൽ കരയുടെ കാളയാണ് ഗായ്സ്. ഇതിൻ്റെ നെറ്റിപ്പട്ടമല്ല പൊട്ടിയിരിക്കുന്നു. ഇതാണ് എൻ്റെ കസിൻ ചേട്ടൻ. ഞാൻ കുറേ നേരം നോക്കിയപ്പോൾ കണ്ട് എൻ്റെ കസിൻ ചേട്ടൻ ഇവിടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണ് ഗായ്സ്. ഇതാണ് ഇപ്പോൾ ഇവിടെ വന്ന കാളകളുടെ എല്ലാം നിരത്തി ഇട്ടേക്കുന്നൊരു വീഡിയോ എടുത്തേക്കുവാണ് ഗായ്സ്. ഞാൻ ബാക്കി വന്ന വീഡിയോസ് കാണിക്കാൻ ഗായ്സ്. ഇവിടെ പ്ലോട്ട് വന്നിരിക്കുകയായിരുന്നു. ഇതാ കരിമുള്ളക്കൽ കരയുടെ കാള അവിടെ നിൽക്കുന്നു ഗായ്സ്. എല്ലാ കരയുടെയും അല്ല മുമ്പേ വന്നത്. അവിടെ ഇപ്പോൾ വന്ന കരകളുടെ കാളകളാണ് മുമ്പേ വന്നത്. കരിമുളക്കയുടെ കാള അവിടെ തന്നെ നിർത്തിയേക്കുവാണ് ഗായ്സ്. എന്താണ് മനസ്സിലാവുന്നില്ല ഗായ്സ്.
കാള ബാക്കിലോട്ട് എടുത്തിട്ടില്ല. അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പ്ലോട്ട് ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കുറച്ചേ നീങ്ങിയിട്ടുള്ളൂ. ഈ കരിമുളക്കയുടെ കാള മാറ്റിയാലല്ലേ അതിന് ഫ്രണ്ടിലോട്ട് വരാൻ പറ്റി ഗൈസ്. ആ പ്ലോട്ട് എൻ്റെ സ്ഥലത്തു നിന്ന് വന്നതാണ്. ആ പ്ലോട്ട് വന്ന് പെർഫോമൻസ് ചെയ്യുന്നതിന് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഗായ്സ്. ഞാൻ നീങ്ങണമെങ്കിൽ ആ കരിമുളക്കയുടെ കാള വന്നണം. അതൊരു നേരത്തെ കാള അവിടെ നിൽക്കുന്നു ഗായ്സ്. ഇപ്പം അതിൽ ഞാൻ നോക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് അവിടെ നോക്കിയപ്പോൾ കരിമുളക്കയുടെ കാള കാണുന്നില്ല. അപ്പോൾ ആ പ്ലോട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നുണ്ട് ഗായ്സ്. പ്ലോട്ട് കൊണ്ടുവന്ന ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് ഗായ്സ്. ജീവിത സൈഡിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ആ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിട്ടത് കളിക്കുന്നുണ്ട് ഗായ്സ്. ലൈറ്റ് മിന്നുന്നുണ്ട്. ലൈറ്റിൻ്റെ ഡാമേജ് ആണോ അത് അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുവാണോ എന്നും അറിയത്തില്ല ഗൈസ്. പ്രോഗ്രാം ആവുന്നില്ല ഗൈസ്. ഇവിടെ വേറെ കാളകളുടെയൊക്കെ അടുത്ത് പോയി തുള്ളുന്നുണ്ട് ഗൈസ്. അത് വർക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്തുവാ കഥയെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഗൈസ്. അതിൻ്റെ അപ്പുറത്ത് ജീപ്പ്
ഇത് എല്ലാ കളറിനെയും ഫ്രണ്ടിൽ ചേർന്ന് കളിക്കുന്നുണ്ട് ഗൈസ്. രണ്ടും ഒരേ സമയത്ത് നടക്കുവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ. താങ്ക് യു.